പ്രായമായ ആളുകളിൽ നമ്മൾ പലപ്പോഴും കാണാറുള്ളതാണ് അവർ ചെറിയ വീഴ്ചകളിൽ പോലും എല്ല് പൊട്ടുന്ന ഒരവസ്ഥ. എന്താണ് ഇതിന് ശരിക്കും കാരണം? എല്ലുകൾക്കുള്ള ബലക്ഷയം എങ്ങനെയാണ് വരുന്നത്? അതേപോലെ അത് നമുക്ക് എങ്ങനെ തടയാൻ കഴിയും? എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നിർബന്ധമായിട്ടും കഴിച്ചിരിക്കേണ്ടത്? എന്തൊക്കെ കാര്യങ്ങൾ ഇതിന് നിർബന്ധമായിട്ടും ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എൻ്റെ പേര് ഡോക്ടർ സാൻഡ്ര അജിത്, മെഡിക്കൽ ഓഫീസർ, പ്രാണ നേച്ചർ കെയർ ഹോസ്പിറ്റൽ, കൊല്ലം. ഇത് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. അതായത് എല്ലുകൾക്ക് ബലക്ഷയം സംഭവിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അതായത് നമ്മുടെ എല്ലുകൾ ഉണ്ടാക്കിയിരിക്കുന്ന കോശങ്ങളിൽ വീക്കാവുക അല്ലെങ്കിൽ അത് തിക്നെസ് കുറയുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്ലഡിനകത്തുള്ള കാൽഷ്യത്തിൻ്റെ ലെവല് കുറയുമ്പോൾ അത് ബോണിനകത്തുള്ള കാൽഷ്യം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്, ബ്ലഡിലുള്ള കാൽഷ്യം ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബോണിൻ്റെ സ്ട്രെങ്ത്തും തിക്നെസ്സും ഒക്കെ കുറഞ്ഞിട്ട് ഈ ഓസ്റ്റിയോപോറോസിസ് കണ്ടീഷനിലേക്ക് വഴിതിരിക്കുന്നു. ഇതിൻ്റെ മെയിനായിട്ടുള്ള കാരണം ഒന്നെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കാൽഷ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ ചെല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷൻ റേറ്റ് കുറവായതുകൊണ്ടോ ആണ്. ഇതിൻ്റെ പ്രധാന രണ്ട് കാരണങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തേത് നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ മൂലം ഉണ്ടാകുന്നതാണ് പ്രൈമറി റീസൺ. സെക്കൻഡറി റീസൺ എന്തെങ്കിലും അസുഖങ്ങളുടെ ഭാഗമായിട്ട് വരുന്നതാണ് സെക്കൻഡറി റീസൺ എന്ന് പറയുന്നത്. എന്തൊക്കെ മറ്റ് കാരണങ്ങളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൈപ്പർ തൈറോയിഡിസം, അതേപോലെ കിഡ്നി പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അമിതവണ്ണം ഉള്ളവർക്ക് ഒക്കെ ഈ ഒരു പ്രശ്നം കാണാറുണ്ട്. അമിതവണ്ണം ഉള്ളവർ എപ്പോഴും കഴിക്കുന്നത് ഒരുപാട് ജങ്ക്, കാലറീസ് ഒന്നും അധികം അടങ്ങിയ ഭക്ഷണങ്ങളായിരിക്കും. അപ്പോൾ ഇത് ന്യൂട്രിയൻ ഡെഫിഷ്യൻസീസിലേക്ക് വഴിമാറും. അപ്പോൾ ആരോഗ്യപരമായിട്ടുള്ള പോഷകങ്ങൾ അവിടെ കുറവ് മൂലം ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. അതേപോലെ ആൽക്കഹോൾ, സ്മോക്കിങ് ഒക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ശരീരത്തേക്ക് കാൽഷ്യം വലിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അതേപോലെ ചായയുടെ അമിതമായിട്ടുള്ള ഉപയോഗം, കോഫിയുടെ അമിതമായിട്ടുള്ള ഉപയോഗം, പിന്നെ എക്സർസൈസ് കുറവാണെങ്കിൽ, അതേപോലെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ ജീവിക്കുന്നവരാണെങ്കിൽ, അതായത് ഓഫീസ് വർക്ക്, പിന്നെ അത് കഴിഞ്ഞ് ഒട്ടും വെയിൽ കൊള്ളാതെ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസീസ് വരുന്നവർക്ക്, ഒരുപാട് നേരം ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക്, പിന്നെ അതേപോലെ സ്ത്രീകളിലെ മെനോപോസ് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു സിറ്റുവേഷൻ കാണാറുണ്ട്. പിന്നെ അടുത്തൊരു റീസണാണ് ഷുഗറിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം. ഇത്രയൊക്കെ കാരണങ്ങളാണ് മെയിനായിട്ട് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷന് കാരണമാവുന്നത്. നമ്മൾ പറഞ്ഞല്ലോ, കാൽഷ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ അധികവും എടുക്കാത്തത് മൂലം ഈ ഒരു ബുദ്ധിമുട്ട് വരും. പക്ഷേ എന്നാൽ പോലും കാൽഷ്യം അധികം അടങ്ങിയ ഭക്ഷണം എടുത്തിട്ടും ഈ ഒരു സിറ്റുവേഷൻ വരുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഇതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാൽഷ്യം നമ്മുടെ ശരീരത്തേക്ക് അബ്സോർബ് ആവണമെങ്കിൽ വൈറ്റമിൻ ഡിയും കൂടെ ആവശ്യമാണ്. അപ്പോൾ വൈറ്റമിൻ ഡി എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതലും വെയിലിൽ കൂടെയാണ് കിട്ടുന്നത്. 20% നമുക്ക് ഫുഡിലൂടെയും ലഭിക്കുന്നതാണ്. അതേപോലെ നമുക്ക് അതിൻ്റെ സപ്ലിമെൻറ്റ്സും എടുക്കാവുന്നതാണ്. പക്ഷേ ഇപ്പോഴത്തെ ജീവിതശൈലിയിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് ആളുകൾ ഇപ്പോൾ പറയുന്ന സെഡൻറ്ററി ലൈഫ് സ്റ്റൈലാണ് നയിക്കുന്നത്. അത് ഒരുപാട് അത്യാവശ്യം പോലും വെയിൽ കൊള്ളാതെ ഉള്ള ജീവിതമാണ് ഇതാക്കുന്നത്. അപ്പോഴത്തേക്കും ഇത് എല്ലിനായാലും പല്ലിനായാലും നഖത്തിനായാലും ഒക്കെ ഒരേപോലെ തന്നെ ബാധിക്കും. കാരണം ഇവിടേക്കാണ് കൂടുതലും കാൽഷ്യം ഡെപ്പോസിഷൻ ഉള്ളത്. ഇപ്പോൾ കാൽഷ്യം ഡെപ്പോസിഷൻ കുറയുമ്പോഴത്തേക്കും അത് നഖത്തിൻ്റെ ആരോഗ്യത്തിനായാലും എല്ലുകളുടെ ആയാലും പല്ലുകളുടെ ആയാലും ആരോഗ്യത്തിനെല്ലാം ഇത് ഒരേപോലെ തന്നെ ബാധിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറിയ ചെറിയ വീഴ്ചകളിൽ തന്നെ എല്ല് പൊട്ടുന്ന ഒരവസ്ഥ വരാറുണ്ട്. അത് 1-2 പ്രാവശ്യം ആകുമ്പോഴായിരിക്കും അത് ആളുകൾ ശ്രദ്ധിക്കുന്നത്. പ്രധാനമായിട്ടും ഇത് തന്നെയാണ് ആദ്യത്തെ ലക്ഷണം. രണ്ടാമത്തേതെന്ന് പറയുമ്പോൾ ഹൈറ്റ് ഡിഫറൻസ് വരും. അതായത് ഡിസ്ക് ഒരു 1/2 ഇഞ്ച് വരെ തേഞ്ഞിട്ട് അത് അവിടുത്തെ എല്ലുകൾ സോഫ്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഹൈറ്റ് ഉള്ള ആളുകളാണെങ്കിൽ ഹൈറ്റ് കുറഞ്ഞതുപോലെ തോന്നിക്കും. അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് മൂലം, അതായത് ഇങ്ങനെ ഹൈറ്റ് ഡിഫറൻസ് വരുന്ന സമയത്ത് അവർക്ക് നെഞ്ചുവേദന വരാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. അതേപോലെ ശ്വാസം മുട്ടും അനുഭവപ്പെടും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും റിക്കറൻ്റായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഓസ്റ്റിയോപോറോസിസിൻ്റെ കാരണം കൂടെ ആയേക്കാം. പിന്നെ മൂന്നാമത്തേതാണ് വെയിറ്റ്. നമ്മുടെ കാഴ്ചയിൽ വെയിറ്റ് കുറയുന്നത് പോലെ തോന്നില്ല, പക്ഷേ എന്നാൽ ബോൺ ഡെൻസിറ്റി കുറയുന്നത് കൊണ്ട് അവിടെ വെയിറ്റ് കുറയുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. വിട്ടുമാറാത്ത ജോയിൻറ്റ് പെയിനും മസിൽ പെയിനും പ്രധാനമായിട്ട് ഈ ഓസ്റ്റിയോപോറോസിസ് കണ്ടീഷനിൽ കണ്ടുവരുന്നുണ്ട്. അതേപോലെ നഖം വിണ്ട് കീറുന്ന ഒരു സിറ്റുവേഷൻ വരാറുണ്ട്. ക്ഷീണവും തളർച്ചയും പിന്നെ ഒന്നും ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരു സിറ്റുവേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ, ഇതിൽ ഞാൻ ഈ പറഞ്ഞ 2-3 സൈൻ അടുപ്പിച്ചുണ്ടെങ്കിൽ, സിംറ്റംസ് അടുപ്പിച്ചുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ചെക്ക് ചെയ്യേണ്ടതാണ്. ചിലപ്പോൾ അത് ബോൺ സംബന്ധപ്പെട്ട, അതായത് ഈ ഓസ്റ്റിയോപോറോസിസ് സംബന്ധപ്പെട്ട എന്തെങ്കിലും ഇഷ്യൂ ആണെങ്കിൽ അത് കണ്ടുപിടിച്ച് അതിനെ ട്രീറ്റ് ചെയ്യേണ്ടത് വളരെ
അത്യാവശ്യമാണ്. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ റൂൾ ഔട്ട് ചെയ്ത് കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. ആദ്യം തന്നെ വൈറ്റമിൻ D3 ചെക്കാണ്. മിക്കുള്ള ആളുകൾക്കും ഇപ്പോൾ വൈറ്റമിൻ D3 ഭയങ്കരമായിട്ട് ലോ ആണ്. നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന മിക്ക പേഷ്യൻസിനും ഓരോ റിപ്പോർട്ട്സ് വരുമ്പോഴും അത് വൈറ്റമിൻ D3 ലോ ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത്. കാരണം ഇപ്പോഴത്തെ നമ്മുടെ ജീവിതശൈലി എല്ലാം അങ്ങനെ ആയതുകൊണ്ട് മിക്കുള്ള 80% ആളുകൾക്കും വൈറ്റമിൻ D3 നല്ല ലോ ആണ്. രണ്ടാമത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് ബോൺ മിനറൽ ഡെൻസിറ്റി ചെക്ക്, അതായത് ഡെക്സ സ്കാൻ എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ വാല്യൂ 0 ആണെന്നുണ്ടെങ്കിൽ അത് നോർമലാണ്. അത് നെഗറ്റീവ് വാല്യൂസിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് അവിടെ ഓസ്റ്റിയോപോറോസിസ് സസ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത് ഈ ഒരു 2 ചെക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഓസ്റ്റിയോപോറോസിസ് വരാനുള്ള ഇതുണ്ടോ എന്നുള്ളത്. അപ്പോൾ അടുത്തത് നമ്മൾ എങ്ങനെയാണ് കാൽഷ്യം, നമ്മളിപ്പോൾ കാൽഷ്യം ശരീരത്തിൽ കുറവാണ് എന്ന് കേൾക്കുമ്പോൾ തന്നെ കാൽഷ്യം ഉടനെ പോയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. കാൽഷ്യം മാത്രം എടുത്തുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ മറ്റു പല അസുഖങ്ങളിലേക്കും, അത് കിഡ്നി സ്റ്റോണിലേക്കും മറ്റു പല കാൽഷ്യം ഓവർലോഡായിട്ടുള്ള അസുഖങ്ങളിലേക്കും വഴിതിരിക്കും. കാൽഷ്യം മാത്രം എടുത്തിട്ട് കാര്യമില്ല. അത് കാൽഷ്യം ശരീരത്തേക്ക് അബ്സോർബ് ആവണമെങ്കിൽ വൈറ്റമിൻ D3യുടെയും കൂടെ ആവശ്യകതയുണ്ട്. അപ്പോൾ ആ വൈറ്റമിൻ D3 അടങ്ങിയ ഭക്ഷണങ്ങളോ അല്ലെങ്കിൽ ഡെയിലി ബേസിസിൽ ഒരു 20 മിനിറ്റെങ്കിലും വെയിൽ കൊള്ളുക, അങ്ങനെയുള്ള അല്ലെങ്കിൽ ഇതിൻ്റെ സപ്ലിമെൻറ്റ്സും അവൈലബിൾ ആണ്, അതും കഴിക്കാവുന്നതാണ്. അതേപോലെ കൂടുതൽ പേരും കാൽഷ്യം വേണം എന്ന് കേൾക്കുമ്പോൾ കാൽഷ്യത്തിൻ്റെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള സോഴ്സ് ആളുകളുടെ മനസ്സിൽ വരുന്നത് ആദ്യം തന്നെ പാലും മുട്ടയും ആണ്. ഡെയിലി ബേസിസിൽ നമുക്ക് നോക്കുമ്പോൾ 1 ഗ്രാം കാൽഷ്യമാണ് നമ്മുടെ ശരീരത്തേക്ക് ആവശ്യമുള്ളത്. 1 ഗ്ലാസ് പാലിനകത്ത് 100 മില്ലിഗ്രാം മാത്രമാണ് കാൽഷ്യം അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം പാല് കുടിച്ചാൽ മാത്രമേ ഒരു ദിവസത്തെ കാൽഷ്യം നമുക്ക് ഡെഫിഷ്യൻസി നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറേ പാല് കുടിക്കേണ്ടി വരും. അത് 1.5 ലിറ്ററിൽ കൂടുതൽ പാല് കുടിക്കാനായിട്ട് നമുക്കത് കഴിയത്തില്ല. അപ്പോൾ പാലിനേക്കാളും മുട്ടയേക്കാളും കാൽഷ്യം അടക്കുന്ന അതിൻ്റെ 3 ഇരട്ടി അടങ്ങിയ മറ്റ് ഭക്ഷണങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അതായത് പ്രധാനമായിട്ടും റാഗി, അതേപോലെ ഇലക്കറികളൊക്കെ ഏറ്റവും കൂടുതലും കാൽഷ്യം റിച്ച് ആണ്. റാഗി അതായത് മുത്താറി എന്ന് പറയും. അപ്പോൾ ഇത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിൻ്റെ പ്രധാന കാരണവും, ചെറിയ ഏജിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിൻ്റെ പ്രധാന കാരണവും ഈ ഒരു നമ്മുടെ എല്ലുകളുടെ ബലത്തിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. അതേപോലെയുള്ള ഇലക്കറികളാണ് പ്രധാനമായിട്ടും ചീര, മുരിങ്ങയില, അല്ലാതല്ല അഗസ്ത്യച്ചീര, പിന്നെ സ്വർണ്ണച്ചീര, അങ്ങനെയുള്ള പല തരത്തിലുള്ള വെറൈറ്റി, കറിവേപ്പില, ഇതിനകത്തെല്ലാം തന്നെ കാൽഷ്യം റിച്ച് ആണ്. പിന്നെ പേരയ്ക്ക, പപ്പായ, അതേപോലെ മൾബറി, നട്ട്സ്, സീഡ്സ്, ഇതൊക്കെ ഡെയിലി ബേസിസിൽ കഴിക്കാവുന്നതാണ്. omega-3 ഫാറ്റി ആസിഡ്സ് ഡെയിലി ബേസിസിൽ കഴിക്കാം. അതേപോലെ വൈറ്റമിൻ D കുറവുള്ളവർക്കാണെങ്കിൽ അതിൻ്റെ സപ്ലിമെൻറ്റ്സ് ആയിട്ട് എടുക്കാവുന്നതാണ്. ഇനി അതല്ല ഡെയിലി ബേസിസിൽ ഒരു 20 മിനിറ്റ് വെയിൽ കൊള്ളുക. 20% നമുക്ക് ഫുഡിലൂടെ അത് കിട്ടുന്നതാണ്. കൂടുതലും മഷ്റൂം, അങ്ങനെയുള്ള സോയ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂടുതൽ എടുക്കാവുന്നതാണ്. അതേപോലെ സ്ത്രീകൾക്കാണ് ഈ ഒരു ഈസ്ട്രജൻ ഡെഫിഷ്യൻസി, മെനോപോസ്, അതായത് ആർത്തവവിരാമം കഴിഞ്ഞതിന് ശേഷം ഈ എല്ല് തേയ്മാനം എന്നുള്ള ഒരു ബുദ്ധിമുട്ട് കേൾക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഫൈറ്റോ ഈസ്ട്രജൻസ് അടങ്ങിയ ഭക്ഷണങ്ങൾ, കൂടുതലും സോയാ ബീൻസും അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ കൂടുതൽ അവർക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ അത് ഫൈറ്റോ ഈസ്ട്രജൻ ആണ്. അപ്പോൾ നമ്മുടെ സാധാ ഈസ്ട്രജനെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുന്നതാണ് ഫൈറ്റോ ഈസ്ട്രജൻ. അപ്പോൾ അതിൻ്റെ അഭാവം മൂലവും കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസീസ് വരുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെ കറക്റ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ കാൽഷ്യം അടങ്ങിയപ്പോൾ മിൽക്ക് അങ്ങനെ ഡയറക്റ്റ് എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ മിൽക്കിൻ്റെ പ്രോഡക്ട്സ് ആയാലും എടുക്കാവുന്നതാണ്. ചീസ്, പനീർ, തൈര്, മോര്, അങ്ങനെയുള്ള കാര്യങ്ങളും നമുക്ക് അധികമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അതേപോലെ പ്രധാനമായിട്ടുള്ള മറ്റൊന്നാണ് എക്സർസൈസ്, അതായത് സ്ട്രെങ്തനിങ് എക്സർസൈസ് ഡെയിലി ബേസിസിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലുകൾക്കെല്ലാം ആരോഗ്യം വർദ്ധിക്കും. അപ്പോൾ ഒരു ദിവസം ഒരു 45 മിനിറ്റ് സ്ട്രെങ്തനിങ് എക്സർസൈസ് ചെയ്യുക. അതായത് പ്രത്യേകിച്ചും കൂടുതൽ സ്ത്രീകൾക്കാണ് ഈ പെൽവിക് ഫ്ലോർ ഭയങ്കരമായിട്ട് അവർക്ക് ആ ഒരു സ്ട്രെങ്ത് ഇല്ലാതെ അവർക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ പെൽവിക് സ്ട്രെങ്തനിങ് എക്സർസൈസ് ഡെയിലി ബേസിസിൽ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. കാരണം അവരൊന്ന് പെട്ടെന്ന് തെറ്റി വീഴുമ്പം കൂടുതൽ അവർക്ക് നടുവിൻ്റെ ബുദ്ധിമുട്ടുകൾ പെട്ടെന്ന് വരുന്നുണ്ട്. അപ്പോൾ അത് സ്ട്രെങ്തനിങ് ഇല്ലാത്തത് കൊണ്ടാണ് ചെറിയ വീഴ്ചയിൽ തന്നെ അത് എല്ല് പൊട്ടാനും ഒക്കെ ആയിട്ടുള്ള കാരണം. അപ്പോൾ അതുകൊണ്ട് എക്സർസൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഡയറ്റ് അതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ 30 വയസ്സിന് മുന്നേ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ശരീരം നോക്കുന്നത് അതിനനുസരിച്ചിരിക്കും ഭാവിയിലേക്കായാലും നമ്മുടെ എല്ലിൻ്റെ ആയാലും പല്ലിൻ്റെ ആയാലും ആരോഗ്യം തീരുമാനിക്കുന്നത്. അപ്പോൾ 30 വയസ്സിന് മുന്നെയാണ് നമ്മുടെ ബോൺ മാരോ, അതായത് മജ്ജയുടെ വളർച്ച ആ ഒരു സമയം വരെയാണ്. അപ്പോൾ അതിനുള്ളിൽ തന്നെ അതിന് വേണ്ടുന്ന പോഷകങ്ങളും കാര്യങ്ങളും നമ്മൾ സപ്ലിമെൻറ്റ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അത് ഫുഡിനകത്തൂടെ തന്നെ അത് കറക്റ്റ് ചെയ്തെടുക്കുക. ചെറിയ പ്രായമുള്ള മക്കളിൽ തന്നെ നമ്മൾ ഈ റാഗി കൊടുക്കുന്നതിൻ്റെ മെയിൻ കാരണമേ ഈ എല്ലുകളുടെ ആയാലും പല്ലുകളുടെ ആയാലും ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇനി ഇത്തരം ഒരു കോംപ്ലിക്കേഷൻസ് വരുന്നതിന് മുന്നേ തന്നെ എപ്പോഴും അത് ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് എല്ലുകൾക്ക്
എല്ലുകൾക്ക് ആരോഗ്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. അതൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ, അതിൻ്റെ ഒരു ലക്ഷണം വരുമ്പോൾ മാത്രമായിരിക്കും അത് തിരിച്ചറിയുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു സ്റ്റേജ് വരെ പോകാതെ ഡെയിലി ബേസിസിൽ ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യാൻ നോക്കുക. എപ്പോഴും അധികം മധുരം അടങ്ങിയ ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ സ്മോക്കിംഗ്, ആൽക്കഹോൾ അങ്ങനെയുള്ള ശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിവാക്കുക. പിന്നെ അമിതവണ്ണം, മറ്റുള്ള എന്തെങ്കിലും കിഡ്നി പ്രോബ്ലംസ് അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ, ഹൈപ്പർ തൈറോയിഡിസം അങ്ങനെയുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് ക്ലിയർ ചെയ്യാൻ നോക്കുക. അസുഖങ്ങൾ കൊണ്ടുള്ളതാണെങ്കിൽ അതിനെ ക്ലിയർ ചെയ്യുക. നമ്മൾ അല്ലാതെ വിളിച്ചു വരുത്തുന്ന തെറ്റുകളാണെങ്കിൽ അത് ജീവിതശൈലിയിൽ ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെ അത് കറക്റ്റ് ചെയ്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ ഓസ്റ്റിയോപോറോസിസ് അല്ലെങ്കിൽ എല്ലുകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് കുറച്ചെടുക്കാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക്